എംപിമാരെയും MLA-മാരെയും മറുകണ്ഠം ചാടിച്ച് പാർട്ടി പിളർത്തുന്ന ഓപ്പറേഷൻ താമര നീക്കങ്ങൾക്കെതിരെ വമ്പൻ നീക്കവുമായി മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ എംപിയുമായ കപിൽ സിബൽ. രാഷ്ട്രീയ പാർട്ടികളുടെ ലയനമെന്ന സാങ്കേതികത മറപിടിച്ച് ജനപ്രതിനിധികൾ കൂറുമാറുന്നതും പാർലമെന്റിന്റെയും നിയമസഭകളുടെയും ഘടന മാറ്റിയെഴുതുന്നതും തടയണമെന്നാവശ്യപ്പെട്ട് സിബൽ സുപ്രീം കോടതിയെ സമീപിച്ചു. ഭരണഘടനയുടെ 10ാം പട്ടികയിലെ കൂറുമാറ്റ നിരോധന നിയമത്തെ നിലവിലെ ലയന വ്യവസ്ഥകൾ പൂർണ്ണമായും ദുർബലപ്പെടുത്തുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഹർജി സമർപ്പിച്ചത്. ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, ശിവസേനയുടെ ഉദ്ധവ് പക്ഷം തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് അടുത്തിടെ ജനപ്രതിനിധികൾ കൂട്ടത്തോടെ BJP-യിലേക്കും NDA പക്ഷത്തേക്കും ചേക്കേറിയിരുന്നു. മണ്ഡല പുനർനിർണയം ഉൾപ്പെടെയുള്ള സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് മുന്നോടിയായി BJP നടത്തുന്ന ഓപ്പറേഷന്റെ ഭാഗമാണ് ഈ കൂറുമാറ്റങ്ങളെന്ന് വിമർശനം ഉയരുന്നതിനിടെയാണ് കപിൽ സിബലിന്റെ നിയമപോരാട്ടം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മാലിയ ബാഗ്ജി, ജസ്റ്റിസ് V. മോഹന എന്നിവരടങ്ങിയ ബെഞ്ചിന് മുന്നിൽ വിഷയം അടിയന്തരമായി ഉന്നയിച്ച സിബൽ ഈ പ്രവണത തുടർന്നാൽ ഭരണഘടനയുടെ 10ാം പട്ടിക കേവലം അർത്ഥശൂന്യമായ ഒരു രേഖയായി മാറുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഹർജി അടിയന്തരമായി വാദം കേൾക്കാൻ ലിസ്റ്റ് ചെയ്യാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വന്തമായി വാദിയായി ഹർജി നൽകിയ കപിൽ സിബൽ രാജ്യത്ത് സമീപകാലത്തായി നടക്കുന്ന രാഷ്ട്രീയ കൂറുമാറ്റങ്ങളെയും പാർലമെന്ററി അട്ടിമറികളെയും വിചാരണവേളയിൽ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പ്രതിപക്ഷ പാർട്ടികളിലെ ജനപ്രതിനിധികൾ ലയനമെന്ന വ്യാജേന മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറി പാർലമെന്റിന്റെ തന്നെ ഘടന മാറ്റിയെഴുതുകയാണ്. 10ാം പട്ടികയിലെ 4ാം ഖണ്ഡിക ഇതിനായി പരസ്യമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഈ രീതി തുടരുകയാണെങ്കിൽ ഭരണഘടനയിലെ 52ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ ലക്ഷ്യം തന്നെ തകരും. അയോഗ്യതയിൽ നിന്നും രക്ഷപ്പെടാൻ വിമത ഗ്രൂപ്പുകൾ കണ്ടെത്തുന്ന ഈ നിയമപരമായ എളുപ്പവഴി ഉടൻ അടയ്ക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടു. 1985-ൽ രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം 10ാം പട്ടികയായി ഉൾപ്പെടുത്തിയത്. പിന്നീട് 2004-ൽ 91ാം ഭേദഗതിയിലൂടെ ഇത് കൂടുതൽ ശക്തമാക്കി. നിലവിലെ നിയമപ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ജനപ്രതിനിധികളിൽ 3/2 ഭാഗം അംഗങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ലയിക്കാൻ തീരുമാനിച്ചാൽ അവർക്ക് അയോഗ്യത ബാധകമല്ല. എന്നാൽ മാതൃപാർട്ടി തങ്ങളുടെ പൂർണ്ണ സംഘടനയെ മറ്റൊരു പാർട്ടിയിൽ ലയിപ്പിക്കാതെ തന്നെ വിജയിച്ചു വന്ന MPമാരോ MLA-മാരോ മാത്രം പ്രത്യേക സംഘമായി മാറി മറ്റൊരു പാർട്ടിയിൽ ലയിച്ചതായി പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിലൂടെ അയോഗ്യതാ നടപടികളിൽ നിന്ന് അവർ തന്ത്രപരമായി രക്ഷപ്പെടുകയും ചെയ്യുന്നു. നിയമസഭാ കക്ഷിയുടെ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടിയുടെ 3/2 ഭാഗം അംഗങ്ങൾ മാത്രം വിചാരിച്ചാൽ ഒരു ലയനം സാധ്യമാകില്ലെന്നും യഥാർത്ഥ മാതൃരാഷ്ട്രീയ പാർട്ടി ഔദ്യോഗികമായി ലയിച്ചാൽ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കാവൂ എന്നുമാണ് കപിൽ സിബൽ തന്റെ ഹർജിയിൽ പ്രധാനമായും വാദിക്കുന്നത്. ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, ശിവസേന തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് അടുത്തിടെ നിരവധി MPമാരും MLA-മാരും ഭരണകക്ഷിയായ BJP-യിലേക്കും മറ്റ് ഘടകകക്ഷികളിലേക്കും ലയനത്തിന്റെ പേരിൽ കൂറുമാറിയിരുന്നു. രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയാണ് അടുത്തിടെ BJP-യിലേക്കുള്ള കൂറുമാറ്റ നീക്കങ്ങൾക്ക് തുടക്കമിട്ടത്. പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് വൻ കൊടിഞ്ഞുപോക്കുണ്ടായി. വലിയൊരു ശതമാനം തൃണമൂൽ MLA-മാർ ഋതുപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വിമതരായി മറ്റൊരു പക്ഷത്തിൽ നിലയുറപ്പിച്ചപ്പോൾ നിരവധി MPമാർ സംസ്ഥാന പാർട്ടി പദവി പോലും ഇല്ലാതെ NCPI എന്നൊരു അസം സംഘടനയിലേക്കും ചേക്കേറി. ഇതിനു പിന്നാലെയാണ് ശിവസേന ഉദ്ധപക്ഷത്തും പുതിയ രഹസ്യ നീക്കങ്ങൾ നടന്നത്. 6 ലോക്സഭാ MPമാർ തങ്ങളെ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ ലയിപ്പിച്ചതായി കാണിച്ചു നൽകിയ കത്തിന് ലോക്സഭാ സ്പീക്കർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജിയും നിലവിലെ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിന് പിന്നാലെയാണ് കൂറുമാറ്റ നിരോധന നിയമത്തിലെ ലയന വ്യവസ്ഥകളെ സമഗ്രമായി ചോദ്യം ചെയ്തുകൊണ്ട് കപിൽ സിബൽ പുതിയ ഹർജിയുമായി സുപ്രീം കോടതിയിലെത്തിയത്. ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച ശേഷം വോട്ടർമാരോടും സ്വന്തം പാർട്ടിയോടും വഞ്ചന കാട്ടി മറ്റൊരു ഭരണപക്ഷ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലേക്ക് മാറാൻ ലയനം ഒരു ആയുധമാക്കുന്നത് ജനാധിപത്യപരമായ തത്വങ്ങൾക്ക് നിരക്കുന്നതല്ലെന്നാണ് സിബലിന്റെ പ്രധാന വാദം. കേസ് വരും ദിവസങ്ങളിൽ സുപ്രീം കോടതി കൂടുതൽ വിപുലമായി പരിഗണിക്കും.